ഇറാനെതിരെയുള്ള ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും ആക്രമണം, അതിന് ഇറാൻ്റെ തിരിച്ചടി, അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പുതിയ വിവരങ്ങൾ, അപ്ഡേറ്റുകൾ നൽകുകയാണ് മീഡിയ വണിലൂടെ. ഇപ്പോൾ അഫ്താബ് റഹ്മാൻ സൗദിയിൽ നിന്ന് ചേരുകയാണ് പുതിയ വിവരങ്ങളുമായി. അഫ്താബ്, എന്താണ് സൗദിയിലെ നിലവിലെ സാഹചര്യം? എന്താണ് സൗദിയുടെ ഔദ്യോഗിക പ്രതികരണം? എന്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ വ്യോമതാവളങ്ങളെ ഇറാൻ വീണ്ടും ലക്ഷ്യമിടുന്നുണ്ട് എന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ? മഹേഷ്, ഇന്ന് ഈ ആക്രമണം നടന്ന തൊട്ട് പിന്നാലെയാണ് റിയാദിലേക്ക് ഒരു സ്ഫോടന ശബ്ദം കേൾക്കുന്നത്. ഇതിൽ ഇപ്പോഴും സൗദി അറേബ്യ ഔദ്യോഗികമായി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതേസമയം തന്നെ സൗദി അറേബ്യയുടെ അയൽ രാജ്യങ്ങളിലേക്ക് നടന്ന ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അത് ഓരോ രാജ്യങ്ങളുടെയും പരമാധികാരത്തിന് മേലുള്ള ഒരു ആക്രമണമാണ് എന്നൊരു പ്രതികരണം സൗദി അറേബ്യ നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായ ഈ ശബ്ദത്തിന് ശേഷം, സ്ഫോടന ശബ്ദത്തിന് ശേഷം മറ്റു വിഷയങ്ങളൊന്നും സൗദി അറേബ്യയിൽ ഈ ആക്രമണ പരമ്പരയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അതേസമയം സൗദി അറേബ്യയിലേക്കുള്ള വിവിധ വിമാന സർവീസുകളെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മുഴുവൻ വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. സൗദി എയർലൈൻസിന്റെ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. റിയാദിലെ വിവിധ വിമാന സർവീസുകളെ ബാധിച്ചതിനാൽ യാത്രക്കാർ യാത്ര പുറപ്പെടും മുമ്പ് അവരുടെ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസുകൾ റദ്ദാക്കിയിട്ടില്ല എന്നത് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല വിമാന സർവീസുകളും വൈകിയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. വ്യോമപാത പൂർണ്ണമായും അടച്ചിട്ടില്ല. പക്ഷേ രാജ്യത്തിനകത്തുള്ള വിവിധ വിമാനത്താവളങ്ങൾ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് സമയവും എന്ത് തീരുമാനങ്ങളും എടുത്തേക്കാം. അതുകൊണ്ട് ഇത് കരുതിയിരിക്കണമെന്നും യാത്രക്ക് മുന്നോടിയായി ഉറപ്പാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമായി പോകാതിരിക്കുവാനുള്ള ശ്രമവും ഇടപെടലും സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അല്പം മുമ്പ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഖത്തർ അമീറുമായി സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമാന രീതിയിൽ തന്നെ കുവൈത്ത് അമീറുമായും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ എസ്കലേഷനിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിലേക്ക് പോകാതെ പെട്ടെന്ന് വിഷയം അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വേണമെന്ന് ഈ രാജ്യങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്രമിക്കാവുന്ന, അവർക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഏക പ്രധാനപ്പെട്ട US-ന്റെ താവളങ്ങളുള്ള കേന്ദ്രം കൂടിയാണ് ഈ ഗൾഫ് മേഖലയിലുള്ളത്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിൽ റിയാദിനടുത്തുള്ള അൽഖർജിലാണ് US സൈനികരുള്ള ഒരു കേന്ദ്രം ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഇസ്രായേലുമായി നടന്ന 12 ദിന യുദ്ധത്തിന് മുന്നോടിയായി ഇവിടെ നിന്നുള്ള US സൈനികർ ഒഴിഞ്ഞു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ ആക്രമണങ്ങൾ ഒരു പക്ഷേ സൗദി അറേബ്യക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതേസമയം പ്രതീകാത്മകമായിട്ടാണ് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ഇപ്പോൾ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് കൂടുതൽ ദിവസങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ സമയമോ ഇറാന് മേൽ ഇസ്രായേലിന്റെയോ US-ന്റെയോ ആക്രമണം തുടരുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ആശങ്കപ്പെടേണ്ടി വരും എന്ന് മാത്രമല്ല, സൗദി അറേബ്യയാണ് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പെട്രോളിയം കയറ്റുമതി നടത്തുന്ന, ക്രൂഡ് ഓയിൽ കയറ്റുമതി നടത്തുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ ഇത് നീണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിപണിയിൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. സൗദി അറേബ്യ മാത്രമല്ല, ഗൾഫ് വിപണികളെ ഒന്നാകെ ഇത് ഉലക്കുന്ന സാഹചര്യം ഉണ്ടാകും. നിലവിൽ തന്നെ ബിസിനസ് രംഗത്ത് ഇത് സ്വാഭാവികമായിട്ടും ഇതിന് പ്രതിഫലനം ഉണ്ടാകും. ഓഹരി വിപണിയിൽ ഇത് പ്രതിഫലിച്ചിട്ടുണ്ട്, എണ്ണ വിപണിയിൽ ഇത് പ്രതിഫലിച്ചിട്ടുണ്ട്. തീർച്ചയായും ഓഹരി വിപണിയിലും എണ്ണ വിപണിയിലും ഒക്കെ ഇതിന്റെ പ്രതിഫലനം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. പ്രശ്നപരിഹാരത്തിനായുള്ള സാധ്യതകൾ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തേടുന്നുണ്ട് എന്നാണ് അഫ്താബ് വിവരമായി പങ്കുവെക്കുന്നത്.